ഞങ്ങളൊരു കാര്യം വളരെ വിനയപൂർവ്വം പറയാം, ഒരു അഹങ്കാരം ഇല്ലാതെ. ഇവിടെ ഇപ്പൊ കുഴിയന്റെ പോലെ ഒരു ബെഞ്ചിട്ട് വിചാരിച്ചോളികൾ, അഞ്ചാക്കി ഇരിക്കാനുള്ള ബെഞ്ചിന് നീളണ്ടെന്ന് കൂട്ടിക്കോളി. ഡിവൈഎഫ്ഐക്കാർ ഒരു 6 ആള് കുത്തിരിക്കുമ്പോൾ ഒരു പ്രായമുള്ള ആള് വന്നിട്ട് പറയാണ്, മക്കളെ നിങ്ങളൊന്ന് എണീറ്റ് തരുമോ, എനിക്കൊന്ന് ഇരിക്കാൻ. ഞങ്ങൾ 6 ആള് എണീറ്റ് കൊടുത്തു, കാരണം അവർ ഇരുന്നോട്ടേച്ചിട്ട്. അതേ ബെഞ്ച് നാളെ ഇവിടെ പീഡിയക്കൊലയിൽ ഉണ്ടെന്ന് കൂട്ടിക്കോളി. ഡിവൈഎഫ്ഐയുടെ 2 റുപ്യ മെമ്പർ, കേന്ദ്ര കമ്മിറ്റി ഒന്നല്ല, സാധാരണ ഇവിടുത്തെ ഒരു മെമ്പർ ആ ബെഞ്ചിന്റെ ഒരു അറ്റത്തെങ്ങനെ ഇരിക്കുകയെന്ന് വിചാരിച്ചോളി. ഒരു ബിജെപിക്കാരൻ വന്നിട്ട് എണീക്കണോ, ഞാൻ അവിടെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞാൽ ചങ്കിൽ ജീവനുണ്ടെങ്കിൽ ഞങ്ങൾ നീക്കൂല മക്കളെ, ഞങ്ങൾ അവിടെ നീണ്ടു കിടക്കും. അതിനോട് എന്ത് സംഭവിച്ചാലും സിപിഐഎമ്മിന്റെയും ഡിവൈഎഫ്ഐയുടെയും നേതാക്കന്മാർ എന്ത് പ്രസംഗിക്കണമെന്ന് തീരുമാനിക്കുന്നത് ബിജെപിയുടെ ഇവിടത്തെ കുറച്ച് നേതാക്കന്മാരല്ല. ബിജെപി പല സ്ഥലത്തുമുണ്ട്. പഞ്ചായത്ത് തന്നെ 2 സ്ഥലത്താണ് നിങ്ങൾക്ക് പ്രധാനമായി സ്വാധീനമുള്ളത്. അതിലൊന്ന് വഴി സ്വാധീനമുള്ളിടത്ത് മറ്റാരെയും പ്രവർത്തിക്കാനും ഇത്തിരി കുറച്ചാൽ മനസ്സിലാകും, പ്രസംഗിക്കാനും അനുവദിക്കില്ല എന്നതാണ് നിലപാടെങ്കിൽ ഞങ്ങൾ അത്തരം സാധ്യതയില്ലാത്ത സ്ഥലങ്ങളിൽ കയറി ഇടപെടാൻ പണ്ടേ താൽപര്യവും ആവേശവും കാണിച്ച പ്രസ്ഥാനമാണ്. ഞങ്ങൾ എന്ത് പ്രസംഗിക്കണം എന്ന് തീരുമാനിക്കാൻ നിങ്ങളല്ല, നിങ്ങൾ എന്ത് പ്രസംഗിക്കണം എന്ന് ഞങ്ങളും തീരുമാനിക്കില്ല. ഞാൻ കുറച്ചു കാലം മുമ്പ് ഇവിടെ ഒരു പൊതുയോഗത്തിന് വന്നിരുന്നു. 2008 എന്റെ ഓർമ്മ, ഒരു 8 കൊല്ലം മുമ്പ്. അന്ന് പ്രസംഗിക്കുമ്പോൾ ശ്രീകൃഷ്ണന്റെ ഓടക്കുഴലിനെ സംബന്ധിച്ച് എന്തോ ഒരു പരാമർശം നടത്തി. ശ്രീകൃഷ്ണൻ ദൈവമാണ്, ഇന്നത്തെ പൊതുയോഗത്തിൽ അങ്ങനത്തെ എന്തെങ്കിലും പരാമർശം നടത്തിയാൽ ഓൻ വിവരം അറിയുന്നൊക്കെ ചിലരൊക്കെ ഇങ്ങനെ പറഞ്ഞു കേട്ടു. ഞാനിവിടെ 2 മണിക്കൂറിലധികം പ്രസംഗിക്കും. ഒറ്റ തന്തയ്ക്ക് ജനിച്ച RSSന്റെ ആരെങ്കിലും ഉണ്ടെങ്കിൽ മര്യാദയ്ക്ക് ജനിപ്പിച്ച നേതൃത്വം മാറ്റമില്ലാതെ പറയാൻ കഴിയുന്ന ഏതെങ്കിലും കൊലയാടി മക്കൾ RSSനുണ്ടെങ്കിൽ ഞാൻ പ്രസംഗിച്ച് തീരുന്നതുവരെ നിങ്ങൾക്ക് അവസരമുണ്ട്, എന്നെ കൊല്ലാം. ഞാൻ അന്തരിച്ചു പോയ മാഷയുടെ വീട്ടിൽ നിന്ന് ഒരു ചായയും കുടിച്ച് ഒരു 10 മിനിറ്റ് അവിടെ ഉണ്ടാവും. അത് കഴിഞ്ഞാൽ ഞാൻ എന്റെ നാട്ടിലേക്ക് പോകും. പുളിക്കല മുതൽ പെരുമണ്ണ വരെയുള്ള 17 കിലോമീറ്റർ ഉണ്ട്. നല്ല തന്തയ്ക്ക് പുറന്ന RSS അവിടെ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അവിടെ നിർത്താം എന്ന കല്ലാനോ കൊല്ലാനോ. നിങ്ങളിപ്പോ എന്താ ചങ്ങായിമാരെ വിചാരിച്ചു? ഞാൻ 8ാം ക്ലാസ് പറയുമ്പോൾ തുടങ്ങിയ കച്ചവടം. എനിക്ക് 47 വയസ്സായി. ഇവിടെ ഒരു വൈറ്റക്ക് കഴിഞ്ഞ 2 മന്ദബുദ്ധികൾ വിവരമില്ലാത്ത കഴുതകൾ ഉണ്ടെന്ന് വിചാരിച്ചിട്ട് ഓന്റെ തെമ്മാടിക്കൊക്കെ മെക്കെട്ടേറുന്നത്